നിങ്ങൾ മഴയാണെന്നാലും ഇങ്ങനെ ഇത്രയും ആളുകളൊക്കെ കൂടി നമുക്കിതൊരു ഗംഭീരമാക്കാൻ കഴിഞ്ഞതിൽ ആദ്യം സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി നിർവ്വഹണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2024-25 പദ്ധതി നിർവ്വഹണത്തിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു യൂണിറ്റാണിത്. ഇതിന് നമ്മൾ 2.5 ലക്ഷം രൂപയാണ് ഇതിന് സബ്സിഡി ആയിട്ട് നൽകുന്നത്. ഇതുപോലുള്ള 3.25 ലക്ഷം രൂപ സബ്സിഡിയും അതേപോലെ തന്നെ 3 ലക്ഷം രൂപ സബ്സിഡിയും ഒക്കെ ആയിട്ട് നമ്മൾ വിവിധ ഗ്രൂപ്പുകൾ 10 ഗ്രൂപ്പുകളാണ് ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ 9ാമത്തേതാണിത്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അത് നാളെ ഉദ്ഘാടനമാണ്. അപ്പോൾ 10 യൂണിറ്റുകളാണ് ഈ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചും നമ്മൾ നിരവധി യൂണിറ്റുകൾ ഈ മേലടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ നേരത്തെ മഞ്ഞക്കുളം നാരായണൻ സൂചിപ്പിച്ചതുപോലെ മേലടി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ 2ാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് പദ്ധതി നിർവ്വഹണത്തിൽ വ്യവസായ വകുപ്പിൻ്റെ ഫണ്ട് വിനിയോഗിച്ച ഒരു ബ്ലോക്കും കൂടിയാണ് എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഇനി വീണ്ടും ഇപ്പം വ്യവസായ ഓഫീസർ ഞാനല്ല, ഇനി വേറെ ആരെങ്കിലും ആണെങ്കിലും അടുത്ത വർഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രചോദനവും പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. ഫണ്ട് നമ്മൾ ഇപ്രാവശ്യവും വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് പുതിയ സംരംഭങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രാമസഭയിൽ കൂടി അപേക്ഷ കൊടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വേണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം. ഇനി അതല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരംഭം ആരംഭിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിലുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടി